ചാനലിന്റെ അവതാരകൻ ഒരു അമ്മയോട് ചോദിച്ചു, ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞോ? ആ അമ്മ മറുപടി പറഞ്ഞെന്താ അറിയാമോ? ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഓരോരുത്തരും ഉമ്മൻചാണ്ടി ആവാൻ ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം വികസനവും കരുതലും എന്നുള്ളത് മനുഷ്യത്വമുള്ള ഒരു മുദ്രാവാക്യമാണ്. ഒരു മിനിറ്റ് ഒരാള് ജനങ്ങൾ തീരുമാനിക്കും ജയവും തോൽവിയും, അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ തുടക്കം തൊട്ടേ ഇതല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ എന്തെങ്കിലും മാറ്റി പറഞ്ഞു? ഒരു ഓഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് അതിന്റെ? ഇതിനൊരു നിങ്ങൾ ഒന്ന് നിശബ്ദരായാൽ എനിക്ക് പ്രതികരിക്കാൻ സാധിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഞങ്ങളുടെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. പ്ലീസ്, 20 വർഷക്കാലമായി നടക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥമായ ഒരു വിഷയത്തിലും ഒന്നും പറയാനില്ല. അതേസമയം ആരോപണം ഉന്നയിച്ച് ആൾക്കാരുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ സംശയം മുന്നിൽ നിർത്തുക, അതൊരു രാഷ്ട്രീയ കാപട്യമാണ്. ആ രാഷ്ട്രീയ കാപട്യത്തിന് ഞങ്ങളുടെ കുടുംബം ഇരയായിട്ട് 20 വർഷമായി. എൻ്റെ ഓർമ്മയിൽ മുഖ്യമന്ത്രിയായ കാലം മുതൽ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ സംശയമുനയിൽ നിർത്തുവാൻ, ശ്രീ ഉമ്മൻചാണ്ടിയെ സംശയമുനയിൽ നിർത്തുവാൻ ഇവിടുത്തെ ചിലർ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. അമൃത എക്സ്പ്രസ് തുടങ്ങിയതാണ്, അന്ന് തുടങ്ങി. അതിനുശേഷം സോളാർ, ഇന്നിപ്പം കഴിഞ്ഞ 10 മാസമായി ഇല്ലാത്തൊരു ആരോപണം ഉണ്ടാക്കി തുടങ്ങിയിരിക്കുക. നിങ്ങൾക്കറിയാം, ഒക്ടോബർ ആദ്യത്തെ വാരം ഞാൻ ഭാരത് ജോഡോ യാത്രയുമായി കർണാടകത്തിൽ എത്തുന്ന സമയം, ആ സമയത്ത് എനിക്കെതിരെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ആരോപണം വരികയാണ്. എന്താണ് ഞാൻ പറയാൻ, എൻ്റെ വാഗൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു മകൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വ്യക്തിപരമായി എന്നെ ആക്രമിച്ചുകൊണ്ട് എൻ്റെ പിതാവിനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധം ഞാൻ എൻ്റെ എല്ലാ സമയത്തും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കരുതുന്നത്. അദ്ദേഹം എന്നെ സംബന്ധിച്ച് മരിച്ചിട്ടില്ല. അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ എന്നെപ്പറ്റി ആക്ഷേപം ഉന്നയിക്കുക, കുഴപ്പമില്ല, വേട്ടയാടലാണിത്, ഈ വേട്ടയാടൽ തുടർന്നോട്ടെ. പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഒക്ടോബർ ആദ്യത്തെ വാരം 6-ാം ദിവസം ഒരു കുറിപ്പ് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. തൻ്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള ഒരു കുറിപ്പ്. ഞാനൊന്നും പുറത്തു പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല. പക്ഷേ ഇത് വീഡിയോസും ഓഡിയോസും ഒക്കെ വെച്ച് വേട്ടയാടുവാൻ തുടങ്ങിയാൽ, ഞാൻ മിണ്ടാത്തതിൻ്റെ കാര്യം തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ്. എനിക്കിത് തെരഞ്ഞെടുപ്പ് വിഷയമല്ല, എൻ്റെ പിതാവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. പക്ഷേ അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം അദ്ദേഹത്തെ വേട്ടയാടി വർഷങ്ങൾ നിരവധിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ അത് പുറത്ത് ഞാൻ വിടും. എല്ലാവർക്കും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകും, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാകും. സത്യം ആണ് ഈശ്വരൻ, സത്യത്തിനപ്പുറം ഒരു ഈശ്വരനില്ല. സത്യമെന്നും സത്യമായി നിലനിൽക്കും. സത്യം ആരൊക്കെ മൂടി വെച്ചാലും സത്യത്തിന്റെ മുഖം പുറത്തു വരും. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, 9 വർഷം ഒരു വ്യക്തി അവമാനിച്ചു. എന്തൊക്കെ പറഞ്ഞ് അവമാനിച്ചു? ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കൊല്ലാതെ കൊന്നില്ലേ? ഇന്നും വീണ്ടും വേട്ടയാടൽ തുടരുന്നു. നടന്നോട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല, യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരും.